ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നത്. വേറെ ഒന്നുമല്ല, നമ്മളിന്നൊരു ഫിലിം കാണാൻ പോവാണ്. അപ്പം മാർക്കോ ആണ് കേട്ടോ കാണാൻ പോകുന്നത്. അത് റിലീസായിട്ട് പൊത്തിയായി, പക്ഷെ നമ്മളിപ്പോഴാണ് കാണാൻ പോകുന്നത്. ഞാനും ഉണ്ണിയേട്ടനാണ് പോകുന്നത്. അപ്പോൾ ഫാമിലി ആയിട്ട് പോകണമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ലീവ് അങ്ങനെയുള്ള ഇതൊക്കെ കിട്ടിയിട്ടില്ല, പോകാൻ കഴിഞ്ഞില്ലായിരുന്നു. പിന്നെ എന്താ പറയുക, അപ്പോൾ ഞാൻ കുറേ ദിവസം ഇങ്ങനെ പറഞ്ഞു പോകണം 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 എന്ന് പറഞ്ഞാൽ പുണ്യേട്ടൻ കൊണ്ടുപോകാമെന്ന് പറയും. പക്ഷെ അന്നാണ് ആ ദിവസം എത്തിയത്. അപ്പം ഒരു ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ എന്നാൽ ഈ മാറ്റിക്കോ, നമുക്ക് മാർക്കോയ്ക്ക് പോകാറുണ്ട് ഒരു 12:30 ആവുന്ന സമയത്ത്. ഓക്കെ എന്നാൽ പോകാമല്ലോ ചോദിച്ചു. ഞാൻ ഓൾറെഡി ഇന്ന് ലീവാണ്, അപ്പോൾ ആഫ്റ്റർനൂൺ പോകാമല്ലോ എന്ന് ചോദിച്ചു. അപ്പം നമ്മളിതാ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ഉണ്ണിയേട്ടൻ വന്നിട്ടില്ല, ഉണ്ണിയേട്ടൻ വന്നിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറയുക, നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഇതാ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുക കേട്ടോ. ഇതാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. എന്താ പറയുക, ഉണ്ണിയേട്ടൻ അങ്ങോട്ട് കൂട്ടാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങാനൊക്കെ, അതാണ്. അപ്പം ഏട്ടൻ വന്നു, ഞങ്ങളിങ്ങനെ പോവാണ്. ഇടിമുഴിക്കിലൊക്കെ എത്താനായിട്ടുണ്ട്. എൻ്റെ വീട് വരുന്നത് വെള്ളച്ചാലി ആ ഭാഗത്തേക്കാണ്. അപ്പം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഫറൂഖ് മല്ലികയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ 2:30 ആവാനായിട്ടുണ്ട്. അപ്പം ഫറൂഖ് എത്താനായി. ഇപ്പം ഞങ്ങൾ പോകുമ്പോൾ ആണെങ്കിൽ നല്ല വെയിലും ഉണ്ട്, അപ്പോൾ ലേറ്റും ആയി. എന്നാലും നമ്മൾ എത്തി. അങ്ങനെ ഇതാ മല്ലിക എത്താനായിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് പോകുന്ന സ്ഥലത്താണെങ്കിൽ കണ്ടോ കുണ്ടും കുഴിയൊക്കെയാണ്. എന്നാലും നമ്മൾ എങ്ങനെയൊക്കെയോ അവിടെ എത്തി. അങ്ങനെ എന്താ പറയുക, വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിതാ അവിടേക്ക് ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്ന തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. നമ്മൾ വിചാരിച്ച് ഫിലിം തുടങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഇല്ലായിരുന്നു. നല്ല ഫിലിമായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. വയലൻസൊക്കെ ഉണ്ടായില്ല, കുറേ ഭാഗത്തൊക്കെ ഞാൻ കണ്ണടച്ച് നിൽക്കുന്നതായിരുന്നു. അപ്പോൾ ഉണ്ണിയേട്ടൻ വണ്ടി എടുക്കാൻ പോയതാണ്. അപ്പം എന്താ പറയുക, നല്ല ഞങ്ങൾ വേറെ എവിടെ ഒന്നും കയറിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എവിടെയും കയറാനോ കാര്യങ്ങൾക്കൊന്നും നിന്നിട്ടില്ല. അങ്ങനെ ഹെൽമെറ്റൊക്കെ എടുത്ത് ഉണ്ണിയേട്ടൻ നിൽക്കുന്ന സമയത്ത് പിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് ഫറൂഖ് പാലം, പഴയ പാലം എന്ന് പറയും, അവിടെയാട്ടോ ഇത്. അങ്ങനെ ഇതാ ഫറൂഖ് പാലത്തിൽ സിഗ്നൽ കിട്ടി. അപ്പം അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ്. പോകുന്ന വഴി നമ്മളിങ്ങനെ ഫിലിം കണ്ടതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയുണ്ട് ഫിലിം, ആരെയാണ് ഇഷ്ടമായി എന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച് പോവുകയാണ്. അപ്പം എനിക്കെന്തായാലും ഫിലിം നല്ല ഇഷ്ടമായി. കാരണം വയലൻസ് ഉണ്ട്, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അതിൽ കുറേ ഭാഗത്ത് ഞാൻ കണ്ണ് പൊത്തിയിട്ടാണ് കണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ എന്നാലും കൊള്ളാം, കണ്ട ഭാഗങ്ങളൊക്കെ എനിക്കിഷ്ടമായി. പിന്നെ ഏട്ടന് ഡ്യൂട്ടി ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് പോവാന്നുള്ള രീതിക്ക്. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തു, പെട്ടെന്ന് തന്നെ പോയി വന്നു. നമ്മളെവിടെ കയറിയിട്ടോ കാര്യങ്ങളൊന്നും ചെയ്തില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതാ വീടെത്താറായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ പറയുകയാണ്. വണ്ടിയാണെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ഞാനിങ്ങനെ ചീത്ത പറയുക. അങ്ങനെ ആൾ എന്നെ ആക്കി തന്ന് പോവുകയാണ്. അപ്പം മുഖം കാണിക്കാൻ പറഞ്ഞ എൻ്റെ കോപ്രായാണ് ഈ കാണിക്കുന്നത്. വണ്ടി സ്റ്റാർട്ടൊക്കെ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു, അതിനോട് പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെ ഇതാ നമ്മൾ ഫിലിമൊക്കെ കണ്ട് വീട്ടിലെത്തി. നല്ല ഫിലിമായിരുന്നു, എനിക്കിഷ്ടമായി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.